അണികൾ പരസ്പരം എന്ത് ചെയ്യരുത്, ചെളി വാരി എറിയരുത്. ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള നേതാക്കന്മാരെ പരസ്പരം ആക്രമിക്കരുത്. കഴിഞ്ഞ കുറേ കാലമായി മാധ്യമങ്ങൾ 2-3 പേരിൽ ചർച്ച ചെയ്യുന്നില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആ മുൻകാല ചർച്ചകളെല്ലാം റദ്ദാക്കപ്പെടണം, പുതുതായിട്ട് മാത്രം ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ഇത് രാജഭരണമൊന്നും അല്ലല്ലോ. എ.സി. വേണുഗോപാലിനെ കുറ്റപ്പെടുത്തുന്നവർ, വി.ഡി. സതീശനെ കുറ്റപ്പെടുത്തുന്നവർ, രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്തുന്നവർ, ഇതൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീ പിണറായി വിജയനെ സ്തുതിക്കുന്ന എത്രയോ ആയിരം കമൻറ്റുകൾ നമ്മൾ കണ്ടില്ലേ? ഇലക്ഷന് ശേഷം എന്താ സ്ഥിതി? എനിക്ക് ഒരവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വൈകാരികമായി പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണമെന്ന ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകരൊക്കെ തലസ്ഥാനത്തെത്തി അഭിപ്രായമൊക്കെ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം കായംകുളം നിയുക്ത MLA ബിജു നമ്മളോടൊപ്പം ചേരുകയാണ്. ബിജുവേട്ട, ഇന്നലെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയായി തീരുമാനങ്ങൾക്കായോ? തീരുമാനങ്ങൾ ഇന്നലെ തന്നെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തീരുമാനമെടുക്കാനുള്ള ചുമതല AICC അധ്യക്ഷന് ഒറ്റൊരു പ്രമേയത്തിലൂടെ നൽകിയുണ്ടായി. അതിനുശേഷം MLA-മാരുടെ ഫീഡ്ബാക്ക് ഒബ്സർവർമാർ ഓരോരുത്തരായി സംസാരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് AICC-ക്ക് നൽകി. ഒബ്സർവർമാർ നൽകുന്ന റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ച ചെയ്ത് ഔദ്യോഗികമായി തീരുമാനം പ്രഖ്യാപിക്കും. അങ്ങനെയാണ് വർഷങ്ങളായുള്ളത്. ഇതൊരു ആദ്യത്തെ രീതി എന്നുള്ളതല്ല. എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിക്കുന്ന രീതി ഇതാണ്. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 102 MLA-മാരുടെ വലിയ പിന്തുണയോട് കൂടിയാണ് ഇത്തവണ UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ലാഗ് ഉണ്ടോ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്? ഇതൊരു ലാഗേ അല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നാമത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അങ്ങനെ മുഖ്യമന്ത്രിമാർ അടുത്ത ദിവസം തന്നെ വന്നെന്നിരിക്കും. ഇവിടെ അങ്ങനെയല്ലല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാലങ്ങളിൽ മുൻകാലങ്ങളിലും ഈ സമയം എടുക്കാറുണ്ട്. കോൺഗ്രസ് AICC പ്രതിനിധിയുടെ വരിക, പാർലമെൻ്ററി പാർട്ടി കൂടുക, AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുക, AICC MLA-മാരുടെ അഭിപ്രായം കേൾക്കുക, AICC തീരുമാനം പ്രഖ്യാപിക്കുക. നിങ്ങളിത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുൻകാല ചരിത്രത്തിൽ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ച തീയതികൾ ഇലക്ഷൻ റിസൾട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു CPM-ലാണ്. E.K. നായനാരെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച ഏകദേശം 10 ദിവസത്തോളം കഴിഞ്ഞിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു കാലതാമസമായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. പ്രത്യേകിച്ച് വ്യത്യസ്തമായ ഈ ഒരു സാഹചര്യത്തിൽ നിരവധി നേതാക്കന്മാർ മുഖ്യമന്ത്രി ആവാൻ പൊട്ടൻഷ്യലുള്ള നേതാക്കന്മാരുള്ളപ്പോൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനൊരു എല്ലാവരോടും ഒരു ആലോചന നടത്തുക എന്നത് സ്വാഭാവികമായ കാര്യമല്ലേ. പക്ഷേ നമ്മൾ വളരെ സുരക്ഷിതമായി വളരെ സീക്രട്ടായി നടത്തിയ ഒരു പ്രോസസ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇന്ന് പുറത്തു വന്നതായിട്ടൊക്കെ വാർത്തയുണ്ട്. അത് ശരിയാണ്. ആ ലിസ്റ്റ് ഓതൻറ്റിക് അല്ല എന്ന് AICC പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്? പക്ഷേ മുകുൾ വാസ്നിക് പുറത്തു വരുമ്പോൾ തന്നെയാണ് ഈ കത്ത് മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ കാണിച്ചിട്ട് ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞതിന് എന്താണ് അർത്ഥം? അദ്ദേഹം അത് പറയുന്നു. AICC ഞാൻ വിശ്വാസത്തിലെടുക്കുന്നത് AICC പറഞ്ഞതിനെയാണ്. അത് ഓതൻറ്റിക് അല്ല എന്ന് AICC പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അതാണ്. വി.ഡി. സതീശന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് തിരുവോരങ്ങളിലൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ AICC കൃത്യമായ രീതിയിൽ ഒരു പ്രക്രിയ വർഷങ്ങളായ ഒരു രീതിയുണ്ട്. MLA-യുടെ അഭിപ്രായം കേട്ടു. അഭിപ്രായം കേൾക്കുമ്പോൾ നീതിപൂർവമായൊരു തീരുമാനം AICC എടുക്കാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് നേതൃത്വത്തിൽ പൂർണ്ണമായ വിശ്വാസമാണുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ആവേശത്തിൽ ചെയ്യുന്നതാവാം. പക്ഷെ അതൊന്നും ജനം നൽകിയൊരു മാൻഡേറ്റ് എന്നത് UDF ഒറ്റക്കെട്ടായി നിൽക്കാനുള്ളതാണ്. K.C. വേണുഗോപാലാണ് വരിക എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ആ സമയത്തും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള വലിയ ഒരു ചർച്ച K.C. വന്നാൽ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കും എന്ന രീതിയിലൊക്കെയാണ്. K.C. വേണുഗോപാൽ ഉൾപ്പെടെയല്ല, K.C. വേണുഗോപാൽ ശ്രീ V.D. സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിലെ ഏത് നിയോജകമണ്ഡലത്തിൽ നിന്നാലും ഉറപ്പായി ജയിക്കുന്ന നേതാക്കന്മാരാണ്. 2 ഉപതെരഞ്ഞെടുപ്പായിരിക്കും അങ്ങനെ
ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ വേണ്ടി വരിക? ഞാൻ അതൊരു പറഞ്ഞത് അതിനൊന്നും ആത്മഹത്യപരമായ തീരുമാനമാവില്ലേ? അല്ല, ഞാൻ അതിനൊന്നും മറുപടി ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. തർക്കം എന്ന രീതിയിൽ പൊതുവെ പുറത്തേക്ക് വലിയ രീതിയിൽ തർക്കം എന്ന രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തർക്കം എന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിലൊരു വലിയൊരു മോശം പ്രവൃത്തിയല്ലേ വരുന്നത്? 2-3 പേരുകൾ ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സാഹചര്യമാണോ? കഴിഞ്ഞ കുറേ കാലമായി മാധ്യമങ്ങൾ 2-3 പേരുകൾ ചർച്ച ചെയ്യുന്നില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആ മുൻകാല ചർച്ചകളെല്ലാം റദ്ദാക്കപ്പെടണം, പുതുതായിട്ട് മാത്രം ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ഇത് രാജഭരണമൊന്നും അല്ലല്ലോ. ഇപ്പോൾ രാജാവ് കാലം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജാവ് അന്തരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ മൂത്തപുത്രൻ രാജാവാകുന്നു, ഇളയ പുത്രന്മാരുടെ പേര് പറയരുത് എന്ന് പറയുന്നതുകൊണ്ടാണോ ജനാധിപത്യത്തിൽ ഇതുണ്ടാകുന്നത്? അങ്ങനെയല്ല, പേര് ചർച്ച ചെയ്യും, അതിനെന്താ പ്രശ്നം? അത് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒരു 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 പരസ്പര മര്യാദകളുണ്ടാകണം. പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ നേതാക്കന്മാർക്ക് വേണ്ടി അണികൾ പരസ്പരം എന്ത് ചെയ്യരുത്, ചെളി വാരി എറിയരുത്. ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള നേതാക്കന്മാരെ പരസ്പരം ആക്രമിക്കരുത്. തങ്ങൾക്കിഷ്ടമുള്ള നേതാക്കന്മാരുടെ ഗുണഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിനൊന്നും തെറ്റില്ല. മറ്റുള്ളവരെ ആക്രമിക്കരുത് എന്നുള്ളതാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിൽ CPM-ന്റെ സൈബർ അറ്റാക്കിനെതിരെയൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇടയിൽ നിന്ന് KCക്കെതിരെയൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് തെറ്റാണ് വരുന്നത്. പരസ്പരം നേതാക്കന്മാരെ ആക്രമിക്കുന്ന അവരുടെ പ്രവർത്തന പാരമ്പര്യത്തെ, അവരുടെ ഭൂതകാല പ്രവർത്തനങ്ങളെയൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആക്രമിക്കുന്നത് ശരിയായൊരു കാര്യമല്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ശക്തമായ ഒരു പ്രവർത്തനമുണ്ട്. അവർക്കൊരു കഷ്ടതകളും അല്ലെങ്കിൽ നിരവധി പീഡനങ്ങളും ഏറ്റുവാങ്ങിയ ഭൂതകാലമുണ്ട്. CPM-ൻ്റെയും BJP-യുടെയും വേട്ടയാടുകളെ നേരിട്ട കരുത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ വിസ്മരിച്ച് എനിക്കൊരാളെ ഇഷ്ടമാണ് അതുകൊണ്ട് മറ്റൊരാളെ ആക്രമിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ ജനങ്ങൾക്ക് ബോധ്യമാവാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു വിസിബിൾ ആവാത്തത് കൊണ്ടാണോ എന്താണ് KCക്ക് ഇവിടെയുള്ള കേരളത്തിലെ സംഭാവന എന്നൊക്കെ ചോദിക്കുന്നത് ആളുകൾ? ഇതൊക്കെ ആരാണ് പറയുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിൽ KC വേണുഗോപാലിനെ കുറ്റപ്പെടുത്തുന്നവർ, VD സതീശനെ കുറ്റപ്പെടുന്നവർ, രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുന്നവർ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നവമാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ എത്ര ശതമാനം യാഥാർത്ഥ്യമാണ്, എത്ര ശതമാനം സത്യമാണ്, എത്ര ശതമാനം ഫേക്കാണ്? ആർക്കെങ്കിലും ഇതിന് മുമ്പിൽ വല്ല കാര്യങ്ങളുണ്ടോ? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശ്രീ പിണറായി വിജയനെ സ്തുതിക്കുന്ന എത്രയോ ആയിരം കമൻറ്റുകൾ നമ്മൾ കണ്ടില്ലേ? ഇലക്ഷന് ശേഷം എന്താ സ്ഥിതി? അങ്ങനെയല്ലേ? ഞാൻ ഓർക്കുന്നു, തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുമ്പോൾ നവമാധ്യമ ലൈക്കുകളും നവമാധ്യമ കമൻറ്റുകളും ഒക്കെ ഇഷ്ടം പോലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എതിർ സ്ഥാനാർത്ഥിക്കൊക്കെ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ റിസൾട്ട് അതല്ലല്ലോ. അപ്പം നമ്മൾ നവമാധ്യമങ്ങളിലെ വെല്ലുവിളികൾ, നവമാധ്യമങ്ങളിലെ അസഭ്യങ്ങൾ, നവമാധ്യമങ്ങളിലെ പുകഴ്ത്തലുകൾ, ഇതൊന്നും യാഥാർത്ഥ്യവുമായി പലപ്പോഴും ബന്ധമുണ്ടാവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ആർക്കും എതിരായിട്ട് പറഞ്ഞൊന്നല്ല കേട്ടോ. അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നവമാധ്യമങ്ങൾ കണ്ടുകൊണ്ട് മാത്രം കാര്യങ്ങളെ വിലയിരുത്താൻ സാധ്യമല്ല. ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന UDF പ്രവർത്തകരും MLA-മാരും ഒക്കെ വിശ്വസിക്കുന്നത്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റവും നീതിപൂർവമായ ഒരു പ്രവർത്തനം നടത്തുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നമ്മളത് കണ്ടു. വളരെ ഫലപ്രദമായ ഒരു അപശബ്ദവുമില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിച്ചു. സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. ഇവിടെ മികച്ച നേതാക്കന്മാർ ഒറ്റക്കെട്ടായിരുന്നു ക്യാമ്പയിൻ നടത്തി. ജനം UDF-നെ വിശ്വസിച്ച് 102 സീറ്റ് നൽകി. ആ 102 സീറ്റ് നൽകിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ജയിച്ചു വന്ന MLA-മാരുടെ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡ് കേൾക്കുന്നു, പ്രമുഖരായ നേതാക്കന്മാരുടെ അഭിപ്രായം കേൾക്കുന്നു, MP-മാരുടെ അഭിപ്രായം കേൾക്കുന്നു. ഇനി ഏറ്റവും വിശ്വാസ്യതയുള്ളൂ, ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ ആർക്കെങ്കിലും അവിശ്വാസമുണ്ടോ? രാഹുൽ ഗാന്ധി അവിശ്വാസമുണ്ടോ? അവരാർക്കും അവിശ്വാസമില്ല. ഞങ്ങളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് BJP-യുടെ ഈ ഫാസിസ്റ്റ് കാലത്ത് അവരെ ചെറുത്തുകൊണ്ട് രാജ്യത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നൽകുന്ന AICCയുടെ പ്രസിഡന്റും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ നീതിബോധത്തിലും അവരുടെ പ്രാപ്തിയിലുമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ നീതിപൂർവമായൊരു തീരുമാനം എടുക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസമുള്ളപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അതിൻ്റെ പേരിൽ ആശങ്കപ്പെടുകയും അതിൻ്റെ പേരിലുള്ള ക്യാമ്പയിനും എന്താണ് പ്രസക്തി? കുറേ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ലിജുവേട്ടൻ കായംകുളത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഉദ്യോഗത്തിൽ വല്ല വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മൾ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിയമസഭാ സാമാജികനാകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ജനപ്രതിനിധിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. അത് എളുപ്പമുള്ള സീറ്റുകളൊന്നും ആയിരുന്നില്ല. അമ്പലപ്പുഴയിൽ വർഷങ്ങളായി CPM ജയിക്കുന്ന സ്ഥലത്ത് സുധാകരനെ പോലെ ഒരാൾ നേതാവിനെതിരെയാണ് ആദ്യം മത്സരിച്ചത്. അപ്പോൾ ഒരു CPM-ന് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലമായിരുന്നു. പിന്നീട് മത്സരിക്കാൻ അവസരം കിട്ടിയ കായംകുളത്താണ്. കായംകുളത്തും CPM-ന് വേണ്ടി ഡീലിമിറ്റേഷൻ ശേഷമൊക്കെ വലിയ CPM കോട്ടയായിരുന്നു. പരാജയപ്പെട്ടു പോയി. പക്ഷേ എങ്കിലും പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ച് 4മതൊരു തവണ കൂടി മത്സരിക്കാൻ അവസരം നൽകി. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവിടെ UDF പ്രവർത്തകരോടും ജനങ്ങളോടും അപ്പീൽ ചെയ്തത്,
കഴിഞ്ഞ 3 തവണ പരാജയപ്പെട്ടു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരമാവധി ഞാൻ ആത്മാർത്ഥപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ കൂടി മത്സരിക്കുമ്പോൾ എനിക്കൊരു അവസരം നൽകണം. കാരണം എന്നും ഒരു ജനപ്രതിയാവാൻ അങ്ങനെ അവസരം നൽകണമെന്നില്ല. അപ്പോൾ ഇതൊരു ഒരവസരമാണ്, എനിക്ക് ഒരവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വൈകാരികമായി പറഞ്ഞാൽ ഒരു ഒരു നിമിഷത്തേക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ കാരണം 5ാം ക്ലാസ്സിൽ KSU പ്രവർത്തകനായി രാഷ്ട്രീയത്തിലേക്ക് എത്തിയതാണ്. അപ്പോൾ നീണ്ട ഇത്രയും വർഷങ്ങൾ, അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. സ്വാഭാവികമായി അങ്ങനെയാണ് അതിനൊക്കെ ആന്റി ഇൻകംബൻസി മാത്രമാണോ അതോ പ്രതിഭയ്ക്ക് മകനക്കെതിരെയുള്ള കുറേ ആരോപണങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു? കേരളത്തിലെ ജനങ്ങൾ, ഞങ്ങൾ വ്യക്തിപരമായ ഞാനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞാൻ സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നാടിനും മാറ്റം വേണം. അതൊരു പ്രധാന കാര്യമാണ്. കേരളത്തിലും മാറ്റം വേണം, കായംകുളത്തും മാറ്റം വേണം. കാരണം കേരളത്തിന് പ്രതീക്ഷിക്കുന്ന പൊട്ടൻഷ്യൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കായംകുളത്തിനും പ്രതീക്ഷിക്കുന്നതിന് അവരുടെ ആവശ്യമായ വികസനങ്ങൾ വളരെ മുരടിപ്പുണ്ട്. പിന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. കായംകുളത്തിനൊരു മാസ്റ്റർ പ്ലാൻ വെച്ചുള്ള വികസനം, ജനങ്ങൾക്കിടയിൽ പരമാവധി സാമീപ്യം ഉറപ്പുവരുത്തുക, ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പരമാവധി അന്തസ്സ് ഉയർത്തിപ്പിടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനം, പബ്ലിക് പോളിസിയിൽ രൂപീകരണത്തിൽ നടത്തുന്ന പങ്ക്, ഇതൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. ഒരു പോസിറ്റീവ് ക്യാമ്പയിനാണ് മുന്നോട്ട് വെച്ചത്. അതിനെ ജനം അംഗീകരിച്ചു എന്നാണ് കരുതുന്നത്. നമുക്ക് എത്ര ദിവസം കൊണ്ട് നോക്കാം മുഖ്യമന്ത്രിയെ? എനിക്കറിയില്ല. അതിനിപ്പം നമ്മുടെ നിയമാനുസൃതമായി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന പ്രിസ്ക്രൈബ് ടൈമിന് മുമ്പിൽ കേരളത്തിൽ എന്തായാലും അധികാരത്തിൽ വന്നല്ലേ പറ്റൂ. ഇലക്ഷൻ റിസൾട്ട് വന്ന് ഇത്ര ദിവസത്തിനകം കേരളത്തിൽ മുഖ്യമന്ത്രി അധികാരത്തിലെത്തണമെന്ന് പറഞ്ഞാൽ അത് അധികം താമസിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൻ്റെ കൃത്യമായ ഒരു ദിവസം പോലും താമസിക്കാതെ നിരീക്ഷകർ വന്നു, അവരഭിപ്രായം കേട്ടു, ഇന്ന് ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു കൺസെൻസസ് ബിൽഡിംഗ് ഒക്കെ അവിടെ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.